നമുക്ക് മേത്തിക്ക് പരാട്ട ഉണ്ടാക്കിയാലോ? കുറച്ച് ഹാർഡായിരിക്കില്ലേ അവിടെ, അതൊന്നും ഉപയോഗിക്കരുത്. ഇങ്ങനെ ചെറിയതുണ്ടാവില്ലേ, അധികം മൂപ്പത്താത്ത പോലത്തെ, ഇങ്ങനെ പൊട്ടിക്കാൻ തന്നെ കിട്ടും. ഇതുപോലെ കണ്ട ഇങ്ങനെ എടുക്കും എല്ലാവരും. പിന്നെ വേഗം എളുപ്പത്തിൽ രണ്ട് മൂന്നെണ്ണം ഒരുമിച്ച് ഇങ്ങനെ വെച്ച് ഇതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ മതി. കുറെ നാളല്ല ഉണ്ടാക്കത്തെ. അത് ഇപ്പോഴാണ് അതിന്റെ സീസൺ വന്നത്. ഇനിയിപ്പോ ഈ തണുപ്പ് തുടങ്ങുമ്പോ എല്ലാ ചീരകളുടെയും സീസൺ വന്നില്ലേ? ചീരകളുടെയോ? മര്യാദ കുറ ചീരകളുടെ കണ്ണൂർ ഭാഷ പറ. കണ്ണൂർ ഭാഷ എന്റെ ചൈൽഡാണ്. പറ. എല്ലാ ചീരയുടെയും ഇത് വന്നു, സീസൺ വന്നു. ഇപ്പൊ തണുപ്പ് സമയമാകുമ്പോ പാലച്ചീരയും എല്ലാം ഇപ്പൊ നിറയെ കിട്ടും. അപ്പൊ പിന്നെ വാങ്ങിച്ചത്. അപ്പൊ ആ സമയത്ത് ഉണ്ടാക്കാം. അത് ചെറിയ പൈസക്ക് കിട്ടും. 10 രൂപയ്ക്കും 10 രൂപക്കും 15. ഞാൻ അവിടുന്ന് വരുമ്പോ 10 രൂപ 15 രൂപ കിട്ടുന്ന വാങ്ങിച്ചേ. എവിടുന്ന്? ആ ട്യൂഷൻ പോയിട്ട് വരുമ്പോ. ഇപ്പൊ വരുമ്പോ നമ്മളിപ്പോ അത് കുറച്ച് രാത്രി കൂടി പോയാലും ചിലപ്പോ 5 രൂപയ്ക്ക് കിട്ടുമായിരിക്കും. നഷ്ടമായി പോയല്ലേ? 10 രൂപ എല്ലാരും 10 പാലക്കിന്. അത് അതുണ്ടല്ലോ, ഫ്രഷ് ഉണ്ടാവും. ഫ്രഷ് ആയിട്ട് ഇന്ന് തന്നെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ടാവില്ലേ? അവിടെ 15-20 ഉണ്ട്. പിന്നെ ഫ്രഷ് അല്ലാത്ത കുറച്ച് ഇന്നലത്തേക്ക് സ്റ്റോക്ക് ആണെങ്കിൽ അത് 10 രൂപയ്ക്ക് അവിടെ കൊടുത്തു. നല്ല കഴിഞ്ഞു. ഒരു കവർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത്രയും വേസ്റ്റിൽ പോകും. അയ്യോ, കൊറേ ഇലയെല്ലാം പോകുന്നുണ്ടല്ലോ. എല്ലാവരും വേണ്ടേ? ഇവിടത്തെ ഇവര് ഇതിന്റെ ഇല മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഇങ്ങനെ ചിക്കു കുക്കിക്ക് ഫുഡ് കൊടുക്കുമ്പോളെ കുക്കി ഫുഡ് വേണോ സുന്ദമണി? നല്ല ടേസ്റ്റ് ആണ്. പോയിട്ടിട്ട് നന്നായിട്ട് കഴുകണം. ഒരു 6 വെള്ളത്തിലൊന്നും കഴുകണം. അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ നിറയെ നല്ല മേത്തിയാണ് ഇത്. നല്ല തളിതായിട്ടില്ല, അങ്ങനെ ഭയങ്കര മൂപ്പൊന്നും ഉണ്ടായിട്ടില്ല. ഇത് മേത്തേക്ക് മാലത്ത് പറയാ. മേത്തേക്ക് ഉലുവയില്ലേ? ഉലുവയുടെ ഇലയായത്. മേത്തി കഴുകി വൃത്തിയാക്കി. ഇനി അടുത്ത എന്തെല്ലാം ഇടണ്ടേ? എൻ്റെ അകത്ത് കഴുകി വൃത്തി. ഇനി പച്ചമുളക് ഇടണം, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടിടണം. കുനുകുന കട്ട് ചെയ്ത്. കുനുകുന അതിനെക്കാട്ടും ചെറുതായിട്ട്. ഞാൻ അത് കടിക്കാൻ പാടില്ല. പിന്നെ നമ്മള് അയമോദകമില്ലേ? അയമോദകം ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അതിന്റെ. ഇച്ചിരി ജീരകം, നല്ല ജീരകം ഇച്ചിരി ഇടണം. മുളക് പൊടി അധികം ഒരു വേണ്ട, ഇത്ര മതി. കൂടി ഇട്ടിട്ട് ഫസ്റ്റ് ഒന്ന് ഞെരടി വെക്കണം. നന്നായിട്ട് ഞെരടി ഇടാം. ഇങ്ങനെ ഞെരടിയിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒതുങ്ങി കിടണം. നന്നായിട്ട് ഉപ്പിടണം. ഒന്ന് കുഴച്ച് വെക്കണം. നമുക്ക് ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്നത് പോലെ വെള്ളയ്ക്ക് കുഴച്ച് വെക്കണം. വെള്ളം കാണുന്നില്ല. കുഴഞ്ഞു. ഇനി ഒരു അരമണിക്കൂർ സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കറിയാക്കണ്ടേ? കറി തൈരാന്ന് വേണ്ടത്. തൈരാന്ന് ഇത്. മെത്തിക്ക പൊറോട്ടക്കും ആലു പൊറോട്ട ഇല്ലേ, അതിലെല്ലാം തൈരാന്ന് ഇത് കോമ്പിനേഷൻ. തൈരിന്റെ അകത്ത് കുറച്ച് ഉള്ളിയും കക്കിരിക്കൂട്ടുവാ. കക്കിരിക്കൂല, പച്ചമുളകും ഇട്ടിട്ട്. മോനെ ഓക്കെ, നമുക്ക് ഓരോ ഉരുളിയാക്കിയിട്ട് വെക്കാം. ഈ ഉച്ചക്ക് ഒരു സാധനം ഇടാൻ വെട്ടുവേടാ. എന്തേനു? ധനിയാപ്പത്ത. അയ്യോ, അതും കൂടി വേണേ. വീട്ടില് ഇവിടെ ഉണ്ട്. സാറില്ല പോട്ടെ അല്ലേ? ഇനി അടുത്ത പ്രാവശ്യം. ഇനി ഇടക്കിടക്ക് ഇത് തന്നെ ആയിരിക്കും കേട്ടോ. നല്ലോണം മേത്തിയെല്ലാം കിട്ടുന്നുണ്ടായില്ലേ? മേത്തി നിങ്ങള് നാട്ടിൽ കിട്ടുമോ? മേത്തി കിട്ടുമോ അറിയില്ല. പാലത്തുണ്ടായിട്ടില്ലോ? അത് അച്ഛനിങ്ങനെ ചെയ്തല്ലേ. അച്ഛൻ തന്നെ ഈ ഉലുവ ഇട്ടിട്ട് അങ്ങനെ ആക്കിയത്. നമുക്കിനി ഇത് പരത്തിട്ട് ചുട്ടെടുക്കാം. പരത്താൻ ഉപയോഗിക്കുന്നത് മൈദ ഉപയോഗിക്കല്.
ഒരെണ്ണം ആട്ടയാകുമ്പോൾ നല്ല വൃത്തിയായിട്ട് അങ്ങ് ഇത് വരില്ല. മൈദയാകുമ്പോൾ പെട്ടെന്ന് പരത്തി കിട്ടും. അതുകൊണ്ട് മൈദ വെച്ച് പരത്താറുണ്ട്. നമ്മൾ ആട്ട ഇത് ചുട്ടെടുക്കുമ്പോൾ റൊട്ടി ചുട്ടെടുക്കുമ്പം സാധാ റൊട്ടി മാതിരി പെട്ടെന്നാവില്ല. അങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചുടാനും പറ്റത്തില്ല. കുറച്ച് സിമ്മാക്കിയിട്ട് വെച്ചിട്ട് ചുട്ടാൽ മതി. ഒരു സൈഡ് ചൂടായില്ലേ, അപ്പോൾ തിരിച്ചിടണം. എന്നിട്ട് ആ ചൂടായ ഭാഗത്ത് നമുക്ക് ഓയിലിടാം. നെയ്യിട്ടാണ് നല്ലത്. നെയ്യ് പിന്നെ ചിക്കനും പപ്പക്കൊന്നും അത്ര പിടിക്കാത്തതുകൊണ്ട് നമുക്ക് ഓയിൽ സൺഫ്ലവർ ഓയിൽ തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ മറ്റേ ഭാഗം ചൂടായിട്ട് ആ വശത്തോട് നമുക്കിത് ഓയിൽ ഇട്ട് കൊടുക്കാം. സാധാ ചപ്പാത്തി വേവുന്നതിനെക്കാട്ടിയും കുറച്ചധികം ടൈം വേണം ഇതിന്. പച്ചക്കറിയെല്ലാം ഇല്ലേ, പച്ചക്കറി മീൻസ് ഇത് മീറ്റിൻ്റെ ഇല ഇച്ചിരി വേവ് കൂടുതലുണ്ടാവും. ഓക്കെ, അടുത്ത് ചൂടുന്നു. അതാവട്ടെ, ഇതായിട്ട് നമുക്ക് അടുത്തത് എടുത്ത് നോക്കാം. പിന്നെ ഇപ്പം കോമ്പിനേഷൻ എന്തേലും തൈരിൻ്റെ അകത്ത് ചിക്കൻ പൊറോട്ട അടിപൊളിയായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ തക്കാളി ചട്നിയും തൈരും എല്ലാം ആക്കിയിട്ട് നമ്മളെല്ലാവരും കൂടി കഴിച്ചു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ എന്നാ.